ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും 3ds മാത്സിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. സോ നമ്മളിതിന് മുന്നിട്ട് 3ds മാത്സിൻ്റെ കുറച്ച് ഇൻട്രൊഡക്ഷൻ പറഞ്ഞ് നിർത്തിയിരുന്നു. നമുക്ക് ഇന്ന് മുതൽ അതിൻ്റെ ബാക്കി നോക്കാം. സോ അതിനുശേഷം നമുക്ക് പ്രിമിറ്റീവ്സ്, അതായത് ബേസിക് ഒബ്ജക്ട്സ് എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നത് നോക്കാം. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ട്യൂട്ടോറിയലിലേക്ക് വീണ്ടും സ്വാഗതം. വെൽക്കം ടു മൈ ചാനൽ ടു സ്പേസ് ഡിസൈൻ. അപ്പോൾ നമ്മൾ ഇന്ന് ആദ്യമായിട്ട് നോക്കാൻ പോകുന്നത്, നമ്മൾ ഇതുവരെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത്രയും കുറച്ച് കാര്യങ്ങൾ, ഇതിൽ കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. ഇത് നമുക്ക് ബേസിക് എലിമെൻറ്റ്സ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. സോ ഫസ്റ്റ് ഇത് പിവിയോട്ടാണ്. അതായത് പിവിയോട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ ഒരു ടീ പോട്ട് ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ, ടീ പോട്ട് ഇതിൽ പ്രീ ബിൽഡ് ആയിരിക്കും. ഇതിൽ ക്രിയേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ കാണുന്ന ഈ ഒരു പോയിൻ്റ്, അതാണ് പിവിയോട്ട്. W പ്രസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മൂവ് ബട്ടൺ കിട്ടും. ഇതിൻ്റെ ഷോർട്ട് കട്ടും കൂടി ഒന്ന് ഞാൻ ഇവിടെ കാണിക്കുന്നുണ്ട്. W ആണ് മൂവ് ബട്ടൻ്റെ ഷോർട്ട് കട്ട്, E ആണ് റൊട്ടേഷൻ്റെ ഷോർട്ട് കട്ട്, R ആണ് സ്കെയിലിൻ്റെ ഷോർട്ട് കട്ട്. സോ W മൂവിന്, E റൊട്ടേഷൻ, R സ്കെയിൽ. ഓക്കെ, അപ്പം നമ്മൾ W പ്ലസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം ഈ ആക്സസിൻ്റെ സെൻറ്റർ പോയിൻ്റ് ഇതിൻ്റെ താഴെയാണ് നിൽക്കുന്നത്. ഓക്കെ, നമുക്ക് ഈ സെൻറ്റർ പോയിൻ്റ് ഇതിൻ്റെ സെൻറ്ററിലേക്ക് കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ രണ്ട് ഓപ്ഷൻസ് ഉണ്ട്. ഒന്ന്, നമുക്ക് ഇതിൻ്റെ ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ, ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ല, ഞാൻ കാണിച്ചു തരാം. ഈ ഒരു ഓപ്ഷൻ, ഈ ഓപ്ഷനിൽ വന്നു കഴിഞ്ഞാൽ എഫക്റ്റ് പിവിയോട്ട് എന്നിട്ട് ഒരു ഓപ്ഷൻ കാണാം. അതിൽ ക്ലിക്ക് ചെയ്യാം. അതായത് ഇതാണ് എഫക്റ്റ് പിവിയോട്ട്. ഇതിൽ ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഒരു പിവിയോട്ടിൻ്റെ ഒരു മോഡൽ അവിടെ ആക്റ്റീവ് ആയത് കാണാം. നമുക്കിനി ആ പിവിയോട്ടിനെ എവിടെ വേണ്ടെങ്കിലും മൂവ് ചെയ്ത് വെക്കാൻ പറ്റും. നമ്മൾ എവിടെ മൂവ് ചെയ്ത് വെക്കുന്നോ അതായിരിക്കും അതിൻ്റെ പോയിൻ്റ്. സോ ഞാൻ ഈ ഒബ്ജക്റ്റിൻ്റെ പിവിയോട്ടിനെ ഇവിടെ വെച്ചു, എന്നിട്ട് ഞാൻ രണ്ടാമത് ഇത് ക്ലിക്ക് ചെയ്തു. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ റൊട്ടേഷനോ കോപ്പിയോ എന്ത് ചെയ്യുന്ന സമയത്തും അത് സെൻറ്റർ പോയിൻ്റ് ആയിട്ട് വെച്ചിട്ടായിരിക്കും ഈ സാധനം കോപ്പി ആവുക. ഓക്കെ, ഇപ്പം ഞാനിതിന് 10 കോപ്പി, 5, 6 കോപ്പി എടുക്കുകയാണെങ്കിൽ അത് സെൻറ്റർ പോയിൻ്റ് ആയിട്ട് വെച്ചിട്ട് അതിന് കോപ്പി വരും. അല്ല, ഈ ഇപ്പം നമ്മൾ മൂവ് ചെയ്ത് വെച്ച ഇത് തിരിച്ച് ഇതിലേക്ക് തന്നെ വരണമെന്നുണ്ടെങ്കിൽ ആക്റ്റീവ് എഫക്റ്റ് പിവിയോട്ട് കൊടുത്തതിന് ശേഷം ഇവിടെ സെൻറ്റർ ടു ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു ഓപ്ഷൻ ഉണ്ട്. അത് കൊടുത്തു കഴിഞ്ഞാൽ ഇത് ഇതിൻ്റെ സെൻറ്ററിലേക്ക് തന്നെ വന്നിട്ട് നിൽക്കും. പക്ഷേ നമ്മൾ ചില സമയത്ത് ഇത്ര കഷ്ടപ്പെടണമെന്നില്ല. ഇപ്പം ഈ പിവിയോട്ട് ഇതിൻ്റെ താഴെയാണെന്ന് വെച്ചോളൂ. ഇപ്പോൾ ഇവിടെയാണ് ഇതിൻ്റെ പിവിയോട്ട് കിടക്കുന്നുണ്ടെങ്കിൽ കൂടെ നമ്മൾ ഈ ഇതിൽ വന്നിട്ട് ഇതിൽ സെൻറ്റർ പിവിയോട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് ഇത് ഇതിൻ്റെ സെൻറ്ററിലേക്ക് മാറും. ഓക്കെ, പിന്നെ ഇത് ചേഞ്ച് ചെയ്താൽ മാത്രമേ ഇത് മാറാൻ പറ്റുള്ളൂ. പിന്നെ നമ്മളിപ്പം ഒരു വലിയ ബോക്സൊക്കെ ക്രിയേറ്റ് ചെയ്തിട്ട് നമ്മളൊരു വോളിൻ്റെ മേലെ എന്തെങ്കിലും ഇങ്ങനെ വരച്ച് വെക്കാനോ എന്തെങ്കിലും നോക്കുകയാണെന്നുണ്ടെങ്കിൽ തന്നെ നമുക്ക് സൂം ചെയ്തതിൻ്റെ നമ്മൾ ഇവിടെയാണ് സൂം ചെയ്യുന്നതെന്ന് വിചാരിച്ചോളൂ. ഇവിടെ സൂം ചെയ്തിട്ട് നമുക്ക് ഇവിടെ നിന്ന് കുറച്ച് ഉള്ളോട്ടേക്ക് മൂവ് ചെയ്യണമെന്നുണ്ട്. ഇതിൻ്റെ കോപ്പി എടുത്തു ഞാൻ, ജസ്റ്റ് ഇതിൻ്റെ ഒരു കോപ്പി എടുത്തു. കോപ്പി എടുത്തതിന് ശേഷം നമ്മൾ ഇത് ഇവിടത്തേക്കാണ് മൂവ് ചെയ്ത് വെക്കണമെന്ന് വിചാരിച്ചു. പക്ഷെ നമ്മളെ ഹാൻഡിൽ ബാർ നമുക്ക് കാണുന്ന ദൂരത്തിലും കൂടുതലാണെങ്കിൽ നമുക്ക് ഈ എഡ്ജൊന്നും അധികം സ്നാപ്പ് ചെയ്യാം. സ്നാപ്പ് ചെയ്യാതെ ചില സമയത്ത് നമുക്ക് ഇങ്ങോട്ടേക്ക് ഇവിടെ അടുപ്പിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഇതിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്തിട്ട് ഈ ഒരു പോയിന്റിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഹാൻഡിൽ ബാർ ഇവിടെ വന്നിട്ടുണ്ട്. നമുക്ക് ഇവിടെ വെച്ചിട്ട് അതിനെ മൂവ് ചെയ്തിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. സോ നമ്മുടെ പിവിയോട്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് താൽക്കാലികമായിട്ട്, പെർമനൻ്റ് ആയിട്ടുള്ള താൽക്കാലികമായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് ഈ ഒരു സാധനം. പിന്നെ ഈ ഒരു ഓപ്ഷൻ, സാധനമല്ല, ഈ ഒരു ഓപ്ഷൻ. പിന്നെയുള്ളത് ഇത് പിന്നെ അധികം യൂസ് ഒന്നുമില്ല. പക്ഷേങ്കിൽ നമുക്കതിൻ്റെ എന്താണെന്ന് അതിനോടനുബന്ധിച്ചിട്ടുള്ള യൂസുകൾ വരുന്നിടത്ത് നമുക്ക് എന്താണെന്ന് നോക്കാം. പിന്നെയുള്ളത് സ്നാപ്പ് നിങ്ങൾ തീർച്ചയായും പഠിച്ചിരിക്കേണ്ട ഒരു സാധനമാണ്. ഫസ്റ്റ് നമുക്ക് സ്നാപ്പ് ചെയ്യുന്നതിന് മുന്നിട്ട് നമുക്ക് ഒരു കാര്യം കൂടി പഠിക്കാനുണ്ട്. ഇപ്പം നമ്മളൊരു ബോക്സ് ഇവിടെ ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണാം ഒരു ബോക്സ് ക്രിയേറ്റ് ആയിട്ടുണ്ട്. പക്ഷേ ഇത് ഒരു ബോക്സ് എങ്ങനെയാണ് 3D മാക്സിൽ ഇതിനെ റെക്കഗ്നൈസ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ബോക്സിന് നിങ്ങൾക്ക് കാണാം
F4 പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ സെഗ്മെൻറ്റ്സ് ആക്റ്റീവ് ആവും. അല്ലെങ്കിൽ ഇവിടെ വന്നിട്ട് നമുക്ക് സെഗ്മെൻറ്റ്സിലേക്ക് മാറ്റാൻ പറ്റും. എഡ്ജ്, ഫേസ്, വയർ ഫ്രെയിം, ഓവർറൈഡ്, ഇങ്ങനെയൊക്കെ നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും. പിന്നെ ഡിഫോൾട്ട് ഷെയ്ഡിങ് ഇതിൽ ക്ലിക്ക് ചെയ്തിട്ട് ഞാൻ F4 പ്രസ് ചെയ്തു എഡ്ജ് ഫേസിലേക്ക്. സോ നമുക്ക് എഡ്ജ് ഇവിടെ വിസിബിൾ ആയിരിക്കും സെലക്ട് ചെയ്യുന്ന സമയത്ത്. അപ്പം ഇപ്പോൾ നിങ്ങൾക്ക് കാണാം എഡ്ജ്, ഫേസ്, ഇത് രണ്ടും നമുക്കിവിടെ വിസിബിളാണ്. ഓക്കെ, നമ്മളിപ്പോൾ ഇതിനെ കൺവേർട്ട് പോളി, ഇതെല്ലാം നിങ്ങൾക്ക് പിന്നെ ഞാൻ പറഞ്ഞു തരാം എന്താണ്. പോളി ചെയ്ത് കഴിഞ്ഞാൽ ഇതൊരു ഫേസ് ആയിരിക്കും. ഓക്കെ, ഇതൊക്കെ ഓരോ ഫേസ് ആണ്. ഈ കാണുന്നത് ഓരോ സെഗ്മെൻറ്റ്സ് ആണ്. ഓക്കെ, ഇതൊക്കെ ഓരോ ലൈൻസിന് സെഗ്മെൻറ്റ്സ് എന്നാണ് പറയുക. ഈ എഡ്ജുകൾക്ക് സെഗ്മെൻറ്റ്സ് എന്നാണ് പറയുക. പിന്നെ ഇവിടെ ഓരോന്നിനും ഓരോ പോയിന്റ് ഉണ്ടാവും, അതാണ് വേർട്ടെക്സ്. ഒരു ബ്ലൂ കളറിലൊരു പോയിന്റ് കാണാം, അതാണ് വേർട്ടെക്സ്. സോ ഇതാണ് ഇതിൻ്റെ മെയിൻ സംഭവങ്ങൾ. പഠിക്കുന്ന സമയത്ത് ഇങ്ങനെ തന്നെ പറഞ്ഞു പഠിക്കണം. വേർട്ടെക്സ്, സെഗ്മെൻറ്റ്സ്, ഫേസ്. ഓക്കെ, ഇതിനെ കൊണ്ടെല്ലാം ഒരുപാട് കളികളുള്ളതാണ് ഇതിനകത്ത്. ഒരുപാട് ടെക്നിക്സും ഒരുപാട് മോഡലിങ്ങിൻ്റെ സമയത്തിൽ നിങ്ങൾക്ക് ഒരുപാട് യൂസ് ആവുന്ന സാധനങ്ങളാണ്. ഒരുപാട് ഇതിൻ്റെ മാനേജ് ചെയ്യുന്നത് പഠിക്കാനുണ്ട്. ക്വാഡ് മെഷിൽ എങ്ങനെയാണ് കൊണ്ടുവരുന്നത് എന്നൊക്കെ പഠിക്കാനുണ്ട്. സോ ഇതാണ് ഇതിൻ്റെ മെയിൻ. അപ്പം നിങ്ങൾക്ക് ഇവിടെ കാണാം, ഈ സെലക്ഷനിൽ വന്നു കഴിഞ്ഞാൽ കാണാം, ഫസ്റ്റ് കാണുന്നത് വേർട്ടെക്സ് ആണ്. വേർട്ടെക്സ് ആണ്, ഈ ബ്ലൂ പോയിൻറ്റ്സിനെയാണ് വേർട്ടെക്സ് എന്ന് പറയുന്നത്. പിന്നെയുള്ളത് എഡ്ജസ് ആണ് ഈ കാണുന്ന കണക്ഷൻ ലൈൻസ്. പിന്നെയുള്ളത് ബോർഡറാണ്. ബോർഡർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം നമ്മളൊരു ഫേസ് ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ ബോർഡർ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ, ജസ്റ്റ് ഇവിടെ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ആ ഫുൾ ബോർഡർ സെലക്ട് ആയത് കാണാം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ബോർഡർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷൻ കൊടുത്തിട്ടുള്ളത്. പിന്നെയുള്ളത് പോളിഗൺസ് ആണ്. പോളിഗൺസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഫേസുകളാണ്. ബ്ലെൻഡറിൽ ഫേസ് തന്നെയാണ് പറയുന്നത്. ഇതിൽ 3ds Maxൽ പോളിഗൺസ് എന്നാണ് പറയുക. പിന്നെയുള്ളത് എലിമെൻറ്റ്സ് ആണ്. എലിമെൻറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളൊരു ഒബ്ജക്റ്റ് ആയിട്ട് അത് മാറിയിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓൾ ഭാഗം സെലക്ട് ആവും. ഇതിപ്പോൾ എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതെല്ലാം കണക്റ്റഡ് ആയിട്ടുള്ള ഒറ്റ ഒബ്ജക്റ്റാണ് അറ്റാച്ച് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ടാണ് എലിമെൻറ്റിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്കിതൊരു ഒറ്റ ഒബ്ജക്റ്റ് ആയിട്ട് വരുന്നത്. അപ്പോൾ ഇത്രയും ഈ കാര്യങ്ങൾ, പേരുകൾ ഓർമ്മയിൽ വെക്കുക. വേർട്ടെക്സ്, സെഗ്മെൻറ്റ്സ്, ബോർഡർ, പോളിഗൺ, പിന്നെ എലിമെൻറ്റ്, ഇത്രയും കാര്യങ്ങൾ. ഓക്കെ, പിന്നെയുള്ളത് സ്നാപ്പാണ്. സ്നാപ്പ് എന്താണെന്ന് നമുക്ക് മോഡലിംഗ് തുടങ്ങുന്ന സമയത്ത് മനസ്സിലാക്കാം. കാരണം ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആവും. സോ സ്നാപ്പ് നമുക്ക് പിന്നെ നോക്കാം. ഇത് ആംഗിൾ സ്നാപ്പാണ്. ആംഗിൾ സ്നാപ്പ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ ഒരു ബോക്സ് വരക്കാം, അത് നിങ്ങൾ അറിഞ്ഞിരിക്കണം. കാരണം നമ്മളിപ്പോൾ ഒരു ബോക്സ് ഇങ്ങനെ വരക്കുകയാണെങ്കിൽ വരച്ചിട്ട് നമ്മളിതിനെ റൊട്ടേറ്റ് ചെയ്യണം. റൊട്ടേറ്റ് ചെയ്യുന്ന സമയത്ത് ഇത് ഓൺ അല്ലെങ്കിൽ നിങ്ങൾക്ക് കൺട്രോൾ കിട്ടില്ല. ഇതിങ്ങനെ ചുറ്റിക്കൊണ്ടേയിരിക്കും. ഓക്കെ, ഇത് എത്ര ഡിഗ്രിയിലാണ് നിങ്ങൾക്ക് ഇത് റൊട്ടേറ്റ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അങ്ങനെ ഡിഗ്രി ഒന്നും ഉണ്ടാവില്ല, ഇതിങ്ങനെ ചുറ്റും. പക്ഷെങ്കിൽ നിങ്ങൾ ഈ ആംഗിൾ സ്നാപ്പ് ഓൺ ചെയ്തിട്ട് ഇത് മൂവ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് അവിടെ എഴുതി കാണിക്കും 25 ഡിഗ്രി, 28 ഡിഗ്രി, 35 ഡിഗ്രി, 40 ഡിഗ്രി എന്ന് പറഞ്ഞിട്ട് അവിടെ എഴുതി കാണിക്കും. സോ നിങ്ങൾക്ക് എത്ര ഡിഗ്രിയിൽ, 90 ഡിഗ്രിയിലേക്ക് ഇതിനെ നമുക്ക് വാല്യൂ അനുസരിച്ചിട്ട് മൂവ് ചെയ്തിട്ട് വെക്കാൻ പറ്റും. എല്ലാ 10 ഡിഗ്രിയും ഇത് 5 ഡിഗ്രീസിനും സ്നാപ്പായിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും. അതിൻ്റെ ഡിഗ്രി നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും. ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടുന്ന് ഇതിൻ്റെ എത്ര ആംഗിളിൽ വേണമെങ്കിൽ, ഇപ്പോൾ 45 ഡിഗ്രി ആംഗിളിലാണ് എനിക്കിത് തിരിയേണ്ടത്, സ്നാപ്പ് ആവേണ്ടതെന്നുണ്ടെങ്കിൽ ഞാനിവിടെ 45 കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഇത് 45 ഡിഗ്രിയിൽ മാത്രമേ ഇത് സ്നാപ്പ് ആവുള്ളൂ. നിങ്ങൾക്ക് കാണാം 180 പിന്നെ നേരെ പോകുന്നത് 135 90 പിന്നെ 45 പോകാം. സോ അതേപോലെ നമുക്ക് അതിൻ്റെ ആംഗിൾ സ്നാപ്പ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും. അപ്പോൾ അത് നല്ലൊരു ഓപ്ഷനാണ്, മനസ്സിലാക്കി വെക്കുക. പിന്നെ ഇതിൽ നിങ്ങൾക്ക് ഇപ്പം കാര്യമായിട്ടുള്ള സംഭവങ്ങളൊന്നുമില്ല, കുറച്ച് കഴിഞ്ഞിട്ട് നോക്കേണ്ടതുള്ളത്. ഇത് പിന്നെ മിററാണ്. അതായത് നമ്മളിപ്പം സെലക്ട് ചെയ്യുന്ന ഒരു ഒബ്ജക്റ്റിനെ നമുക്ക് മിറർ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ് മിററും നമുക്ക് ടേബിൾ മോഡലിംഗ് ഒക്കെ വരുന്ന സമയത്ത് കൂടുതലായിട്ട് ഡീറ്റെയിൽഡ് ആയിട്ട് മനസ്സിലാക്കാം. ഇതിനെ പല ഷേപ്പിൽ നമുക്ക് മിറർ ചെയ്യാൻ പറ്റും. അതെങ്ങനെയാണെന്ന് നമുക്ക് മോഡലിംഗ് വരുന്ന നേരത്ത് ശ്രദ്ധിക്കാം. ഇപ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൺഫ്യൂഷനാവും. പിന്നെ സ്നാപ്പും അതിന് കൂടെ തന്നെ പറയാം. പിന്നെയുള്ളത് ലെയറാണ്. ലെയർ മീൻസ് നമ്മൾ ചെയ്യുന്ന ഓരോ ഒബ്ജക്റ്റുകളും നമുക്കിവിടെ ഇപ്പോൾ ഈ കാണുന്നത് ആണ് ലെയർ ലെയർ പ്രോപ്പർട്ടീസ് എന്ന് പറയുന്നത്. ഞാനിവിടെ ഒരു ബോക്സ് വരച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ബോക്സിൻ്റെ ലെയർ ഇവിടെ ക്രിയേറ്റ് ആവും, ഓട്ടോമാറ്റിക്കായിട്ട് ക്രിയേറ്റ് ആവും. സിലിണ്ടർ വരച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത സിലിണ്ടർ, ഇതെല്ലാം ഈ ഒരു ലെയറിലാണ് ഉണ്ടാകുക. പക്ഷെ നിങ്ങൾക്ക് അതിന് തനിയായിട്ടൊരു ലെയർ വേണമെന്നുണ്ടെങ്കിൽ
ജസ്റ്റ് ഇവിടെ ക്ലിക്ക് ചെയ്യുക, ക്രിയേറ്റ് എ ന്യൂ ലെയർ കൊടുക്കുക, അതിൻ്റെ അതിന് ബോക്സ് എന്ന് പേര് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ബോക്സിനെ നമുക്ക് ഇതിനകത്തേക്ക് ഡ്രാഗ് ചെയ്തിട്ട് ഇടാൻ പറ്റും. ഈ സിലിണ്ടറിന് നമുക്ക് പുതിയൊരു ലെയർ ഉണ്ടാക്കിയിട്ട് ഇപ്പോൾ സിലിണ്ടർ എന്ന് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ സിലിണ്ടറിനെ മാത്രം അതിനകത്തേക്ക് ഡ്രാഗ് ചെയ്തിടാം. ഈ ബോക്സിനെ എടുത്തിട്ട് ബോക്സിൻ്റെ അകത്ത് ഇടാം. സോ രണ്ട് ഗ്രൂപ്പായി മാറിയിട്ടുണ്ടാവും. നമുക്ക് ബോക്സ് വേണ്ടെങ്കിൽ ബോക്സ് ഹൈഡ് ചെയ്യാം, സിലിണ്ടർ വേണ്ടെങ്കിൽ സിലിണ്ടർ ഹൈഡ് ചെയ്യാം. അപ്പം അതിനുള്ള പ്രോപ്പർട്ടീസാണ് ഇത്. ടോഗിൾ സീൻ എക്സ്പ്ലോററാണ്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സെയിം ഇതേ ഫങ്ഷൻ തന്നെയാണ് സാധനത്തിന്, പക്ഷേങ്കിൽ ഇതിൽ ഗ്രൂപ്പായിട്ടല്ല വരിക, ഇതിൽ സിംഗിൾ പീസ് ആയിട്ടാണ് വരിക. അപ്പം നിങ്ങൾക്ക് ഈസി ആയിട്ട് അതിനെ ഫിൽട്ടർ ചെയ്യാൻ പറ്റും. ഇപ്പം ഇതിൽ കാണാൻ നിങ്ങൾക്ക് ഫസ്റ്റത്തത് ജോമെട്രിയാണ്. ജോമെട്രി എന്ന് പറഞ്ഞാൽ ഇതാണ്. രണ്ടാമത്തത് ഷേപ്പാണ്. ഷേപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ലൈനുകൾ, നമ്മൾ വരക്കുന്ന ലൈനുകളൊക്കെയാണ് ഷേപ്പ്. പിന്നെ ക്യാമറ, ലൈറ്റ്, പിന്നെ ഹെൽപ്പേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ടാപ്പ് അളക്കാനൊക്കെ ടാപ്പൊക്കെ എടുക്കുന്നത്, അത് അങ്ങനെയുള്ള പല സാധനങ്ങളുണ്ട്. സോ ഇപ്പം നമുക്ക് ഇതിൻ്റെ അകത്തുനിന്ന് ഇതിൽ ഷേപ്പുകൾ ഏതൊക്കെയാണ് അതുമാത്രമേ വേണ്ടുന്നുണ്ടെങ്കിൽ ഇതൊക്കെ അങ്ങ് ഓഫാക്കി കഴിഞ്ഞിട്ട് നമുക്കിവിടെ ഷേപ്പ് മാത്രം കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ നമ്മളെ ഷേപ്പ് മാത്രമേ സെലക്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഇത് നിങ്ങൾ ഷേപ്പ് മാത്രം സെലക്ട് ചെയ്തിട്ട് ഇവിടെ നമുക്ക് ഷേപ്പ് സെലക്ട് ആയിട്ടുണ്ടാവും. കണ്ടോ? അപ്പോൾ നമുക്ക് അങ്ങനെ ഈസി ആയിട്ട് സെലക്ട് ചെയ്യാനും അതിനെ കസ്റ്റമൈസ് ചെയ്യാനും വേണ്ടിയിട്ട് ഉള്ള ഒരു സംഭവമാണ് ഈ കാണുന്നത്. പിന്നെ ഇത് ഷോ റിബൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഒരു സംഭവം കൂടിയുണ്ട്. അതൊക്കെ നമുക്ക് മോഡലിംഗ് ചെയ്യുന്ന സമയത്ത് അത് നോക്കാം. പിന്നെയുള്ളത് റെൻഡർ ബട്ടണാണ്. ഇപ്പോൾ അർണോൾഡ് റെൻഡർ എന്ന് പറഞ്ഞിട്ടാണ് ഡിഫോൾട്ട് റെൻഡർ വരുന്നത്. പിന്നെ നമുക്ക് ഇത് വീറേ റെൻഡറിങ് ആണ്. അതേപോലെ തന്നെ ഇത് കൊറോണ റെൻഡറിങ് ആണ്. വീറേ അഡീഷണൽ പ്ലഗിൻ ഇൻസ്റ്റാൾ ചെയ്യുന്നതാണ്, കൊറോണയും അഡീഷണൽ പ്ലഗിൻ ഇൻസ്റ്റാൾ ചെയ്യുന്നതാണ്. അർണോൾഡ് റെൻഡർ എന്ന് പറഞ്ഞിട്ട് വരുന്ന റെൻഡർ ഇൻബിൽഡ് റെൻഡറിങ് ആണ്. അപ്പോൾ ഇത്രയാണ് ഇതിൻ്റെ മെയിനായിട്ടുള്ള കാര്യങ്ങൾ ഈ ഒരു ടേബിളിൽ വരുന്നതുള്ളൂ. പിന്നെയുള്ള കാര്യങ്ങൾ നമുക്ക് റെൻഡറിങ്ങിനെ പറ്റിയിട്ടുള്ളത് നമുക്ക് പിന്നെ പഠിക്കാം. സോ നെക്സ്റ്റ് നമുക്ക് ഒബ്ജക്റ്റുകൾ എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നത്, എന്താണ് പ്രിമിറ്റീവ് ഒബ്ജക്റ്റ്, എന്താണ് സ്റ്റാൻഡേർഡ് പ്രിമിറ്റീവ്സ്, എക്സ്റ്റൻഡ് പ്രിമിറ്റീവ്സ് എന്താണ്, ഇതിൽ കുറച്ച് കാര്യങ്ങളുണ്ട്. അതെന്തൊക്കെയാണെന്ന് നമുക്ക് ഇനി നോക്കാം. അപ്പം സ്റ്റാൻഡേർഡ് പ്രിമിറ്റീവ്സ് ഇതിന് സ്റ്റാൻഡേർഡ് പ്രിമിറ്റീവ്സ് എന്നാണ് പറയുക. ഇവിടെ നിങ്ങൾക്ക് ഇവിടെ 1, 2, 3, 4, 5, 6 എന്ന 4 കാറ്റഗറി കാണാം. ഇതിൽ ഫസ്റ്റത്തെ ഈ പ്ലസ് ബട്ടണില്ലേ, അതാണ് നമുക്ക് ഒബ്ജക്റ്റുകൾ ആഡ് ചെയ്യാനുള്ള സ്ഥലം. നമ്മൾ പുതിയ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ട് ആഡ് ചെയ്യാനുള്ള സ്ഥലമാണ് ഈ ഫസ്റ്റത്തെ ഈ പ്ലസ് എന്ന് പറയുന്നത്. ഇതിൽ ഈ കാണുന്നത് ഒബ്ജക്റ്റുകളാണ്. രണ്ടാമത്തത് ഷേപ്പാണ്, അതായത് ലൈന്, സർക്കിള്, ടെക്സ്റ്റ്, അങ്ങനത്തെ കാര്യങ്ങൾ. പിന്നെയുള്ളത് ലൈറ്റാണ്. പിന്നെ ക്യാമറയുണ്ട്, ഹെൽപ്പേഴ്സ് മീൻസ് നമുക്കൊരു ഡമ്മി, അതൊക്കെ കുറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാം. ഡമ്മി, ടാപ്പ് എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്നത്. കുറേ കാര്യങ്ങളൊക്കെ ആനിമേഷൻ റിലേറ്റഡ് ആയിട്ട് വരുന്നത്, അത് നമുക്ക് ആവശ്യമില്ല. നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കാം. പിന്നെയുള്ളത് ഫോഴ്സുകളാണ്, അതായത് ആനിമേഷൻ ചെയ്യുന്ന നേരത്ത് മോട്ടർ, പി ബോംബ്, ഗ്രാവിറ്റി എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് കാര്യങ്ങളുണ്ട്. ബേസിക് ആനിമേഷനിൽ നമുക്ക് നോക്കാം, കുഴപ്പമൊന്നുമില്ല. പിന്നെ ഇതിൻ്റെ റിഗ് ചെയ്യേണ്ടിയിട്ടുള്ള ബോണ്, പൈപ്പ്, ഡേ ലൈറ്റ്, അങ്ങനത്തെ റിങ്ങർ, അങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട്. സോ നമുക്ക് മെയിനായിട്ട് ഇതിലുള്ള കാര്യങ്ങളാണ് നോക്കേണ്ടത്. സോ ഇതിൽ ക്ലിക്ക് ചെയ്യുക, ഈ സ്പിയർ പോലത്തെ അമ്പലത്തിൻ്റെ അത് ക്ലിക്ക് ചെയ്യുക. അതാണ് ജോമെട്രിയിൽ നിങ്ങൾക്ക് കാണാം സ്റ്റാൻഡേർഡ് പ്രിമിറ്റീവ്സ്. ഇതിൽ ഒബ്ജക്റ്റ് ടൈപ്പ് ഇത്രയും കാര്യങ്ങളുണ്ട്. ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബോക്സ്, സ്പിയർ കണ്ട മനസ്സിലാവും. ബോക്സ്, സ്പിയർ, സിലിണ്ടർ, ടേഴ്സ്, ടീപോട്ട്, പിന്നെ ടെക്സ്റ്റ്. ഇത് പഴയ വേർഷനിൽ ഉണ്ടാവില്ല, പുതിയ വേർഷനിൽ വന്നാണ് ടെക്സ്റ്റ് ഇതിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. പണ്ട് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈനിൽ പോയിട്ട് നമ്മൾ ഇവിടുന്ന് ടെക്സ്റ്റ് വരച്ചതിന് ശേഷം നമ്മളിവിടെ ടൈപ്പ് ചെയ്തിട്ട് നമ്മളതിന് പിന്നെ തിക്ക് കൊടുക്കണമെന്നുണ്ടെങ്കിൽ എക്സ്ട്രൂഡ് എന്ന് പറഞ്ഞ കമാൻഡ്, എക്സ്ട്രൂഡ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു കമാൻഡ് ഉണ്ട്. ഇത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ ടെക്സ്റ്റ് എക്സ്ട്രൂഡ് ചെയ്യാൻ പറ്റും. പക്ഷേ ഇപ്പം പുതുതായിട്ടുള്ള വേർഷനിൽ ഇവിടെ നമുക്ക് ജോമെട്രി തന്നെ ടെക്സ്റ്റ് കൊടുത്തിട്ടുണ്ട്. സോ നമ്മളിവിടെ ടെക്സ്റ്റ് ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് നമ്മുടെ ടെക്സ്റ്റ് എന്താണെന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞിട്ട് നമുക്ക് ഇവിടുന്ന് തന്നെ ഡയറക്റ്റ് അതിനെ എക്സ്ട്രൂഡ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. സോ ടൈറ്റിൽ ആനിമേഷനിലൊക്കെ ചെയ്യുന്ന ആൾക്കാർക്ക് വളരെ ഈസിയുള്ള സംഭവമാണ്. അപ്പം ഫസ്റ്റത്തത് ബോക്സ് നമ്മളിപ്പോൾ ഒരു ബോക്സ് ഇവിടെ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം, ആ ബോക്സ് ക്യൂബാണോ വേണ്ടത്, ബോക്സ് ആണോ വേണ്ടതെന്ന് നമുക്ക് തീരുമാനിക്കാൻ പറ്റും. ക്രിയേറ്റ് ചെയ്യുന്നതിന് മുന്നിട്ട് അത് നമുക്ക് ക്രിയേഷൻ മെത്തേഡ് കൊടുക്കണം.
ഇപ്പം ബോക്സാണ് കൊടുത്തതെങ്കിൽ നമുക്ക് എത്രയാണ് സൈസ് എന്ന് വെച്ചാൽ നമുക്ക് ഇങ്ങനെ കൊടുക്കാൻ പറ്റും. ഇപ്പോൾ ക്യൂബാണ് കൊടുക്കുന്നുണ്ടെങ്കിൽ അതൊരു ക്യൂബായിരിക്കും. ഓക്കെ, അതിൻ്റെ ഹൈറ്റ് വിത്ത് ഒന്നും നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റില്ല, അത് ജസ്റ്റ് ഒരു ക്യൂബായിരിക്കും. പക്ഷേ ബോക്സാണ് കൊടുക്കുന്നുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ ഹൈറ്റ് വിത്ത് എല്ലാം അഡ്ജസ്റ്റ് ചെയ്തിട്ട് കൊടുക്കാൻ പറ്റും. അപ്പം ഇപ്പോൾ ഒരു ബോക്സ് ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ ആ ബോക്സിൽ പാരാമീറ്റേഴ്സിൽ വരിക. പാരാമീറ്റേഴ്സിൽ ഇപ്പോൾ നിങ്ങൾക്ക് കാണാം, പാരാമീറ്റേഴ്സിൽ വന്നു കഴിഞ്ഞാൽ ഇവിടെ ലെങ്ത്ത്, വിഡ്ത്ത്, ഹൈറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടാവും. അതായത് ഇതിൻ്റെ ലെങ്ത്ത്, അതേപോലെ തന്നെ വിഡ്ത്ത്, അതേപോലെ തന്നെ ഹൈറ്റ്. എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം, ചെയ്യുന്നതിന് മുന്നിട്ട്, ഏത് വർക്കും ചെയ്യുന്നതിന് മുന്നിട്ട് യൂണിറ്റ് നോക്കുക. യൂണിറ്റ് സെറ്റപ്പ് കറക്റ്റ് ആയിരിക്കണം. ഇവിടെ മില്ലിമീറ്ററിലാണ് ഞാൻ കൊടുത്തിട്ടുള്ളത്. അതേപോലെ തന്നെ സിസ്റ്റം യൂണിറ്റ് സെറ്റപ്പും സെൻറ്റിമീറ്ററിലോ മില്ലിമീറ്റർ കൊടുക്കുന്നതായിരിക്കും ബെസ്റ്റ്. കാരണം ഞാനിവിടെ തെറ്റാണ് ചെയ്തത്. ഞാൻ മില്ലിമീറ്ററിൽ മാറ്റേണ്ടതായിരുന്നു, മാറ്റിയിട്ടുണ്ടായിരുന്നില്ല. സോ മില്ലിമീറ്ററിലേക്ക് മാറ്റി. ഇപ്പം ഞാൻ ഇവിടെ ഒരു ബോക്സ് വരച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ കറക്റ്റ് അത് മില്ലിമീറ്ററിലാണ് ഉണ്ടാവുക. ഇപ്പം 1 മീറ്റർ ബൈ 1 മീറ്റർ ബൈ 1 മീറ്ററിൻ്റെ ഒരു ബോക്സാണ് വരക്കുന്നുണ്ടെങ്കിൽ അത് കറക്റ്റ്. ഇതിപ്പോൾ നിങ്ങൾക്ക് CAD പോലത്തെ സോഫ്റ്റ്വെയറിലേക്ക് എക്സ്പോർട്ട് ചെയ്യുന്ന സമയത്തും ഈ സാധനത്തിൻ്റെ സൈസ് അവിടെ തന്നെ ക്ലിയർ ആയിട്ട് കിടക്കും. സോ ഇതിൻ്റെ പാരാമീറ്റേഴ്സാണ് ഈ കാണുന്നത്. പിന്നെ ഇതിൻ്റെ അടിയിൽ നിങ്ങൾക്ക് കാണാം ലെങ്ത്ത്, വിഡ്ത്ത് സെഗ്മെൻറ്റ്സ്, ഹൈറ്റ് സെഗ്മെൻറ്റ്സ്, 3 സെഗ്മെൻറ്റ്സ് കാണാം. ഈ സെഗ്മെൻറ്റ്സ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ സിംഗിളായിരിക്കും ഈ ഫേസിന് പാർട്ടീഷനൊന്നും ഉണ്ടാവില്ല. സോ നമ്മൾ ഈ ലെങ്ത്ത് സെഗ്മെൻറ്റ്സിൽ പാർട്ടീഷൻ ചെയ്യുന്ന സമയത്ത്, അല്ലെങ്കിൽ ലെങ്ത്ത് സെഗ്മെൻറ്റ്സ് കൂട്ടുന്ന സമയത്ത് നിങ്ങൾക്ക് ലൈന് വന്നിട്ട് അവിടെ ഡിവൈഡ് ആവുന്നത് കാണാം. അതേപോലെ തന്നെ വിഡ്ത്ത് സെഗ്മെൻറ്റ്സ് ഡിവൈഡ് ആവുന്നത് കാണാം. അതേപോലെ തന്നെ ഹൈറ്റ് സെഗ്മെൻറ്റ്സും ഡിവൈഡ് ആവുന്നത് കാണാം. സോ നമ്മൾ ഇങ്ങനെ എന്തിനാണ് ഇങ്ങനെ ഡിവൈഡ് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പം സാധാരണ നമ്മൾ ഒരു ബോക്സ് വരച്ചിട്ട് നമ്മൾ ആ ബോക്സിനെ ഒരു സ്മൂത്ത് മോഡിഫയർ, ഞാൻ പറഞ്ഞുതരാം മോഡിഫയർ എന്തൊക്കെയാണെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ സ്മൂത്ത് എന്ന് പറഞ്ഞൊരു മോഡിഫയർ ഉണ്ട്. ഓക്കെ, ഓപ്പൺ സബ് ഡിവിഷൻ. അപ്പോൾ ഇങ്ങനെ ഒരു മോഡിഫയർ നമ്മൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം ആ ബോക്സ് റൗണ്ടായി പോയി. ഓക്കെ, കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ബോക്സിന് ഒരു സെഗ്മെൻറ്റ്സ് ഉണ്ടായിരുന്നില്ല. പക്ഷെ നമ്മൾ ആ ബോക്സിന് സെഗ്മെൻറ്റ്സ് ആഡ് ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഇപ്പോൾ ഇതിൽ ഞാനൊരു 3, അതേപോലെ ഇതിലും ഒരു 3 കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം ആ ബോക്സ് കുറച്ചും കൂടി ഒരു സോഫ്റ്റ് ആയിട്ട് മാറിയിട്ടുണ്ട്. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളവിടെ 3 ഇങ്ങനെ 3 ഈ സൈഡിൽ 3 സെഗ്മെൻറ്റ്സ് ആഡ് ചെയ്ത്, അതായത് ലൈനുകൾ ആഡ് ചെയ്ത്, ആ ലൈനുകൾ ആഡ് ചെയ്യുന്ന നേരത്താണ് അതിൻ്റെ ആ ഒരു സ്മൂത്ത്നെസ് വരുന്നത്. സോ നമുക്ക് ഇപ്പം ചില ഒബ്ജക്റ്റുകൾ എഡ്ജ് മാത്രം സ്മൂത്ത് ഉണ്ടാവും. അതിന് നമ്മൾ ഒരുപാട് സെഗ്മെൻറ്റ്സ് ഇതിൽ കയറ്റി വെച്ചിട്ട് ഇതിങ്ങനെ ഒരുപാട് സെഗ്മെൻറ്റ്സ് കയറ്റി വെച്ചിട്ട് സ്മൂത്ത് ആക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, ഈ ഒരു എഫക്റ്റ് വരണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ കണ്ട ഈ എഡ്ജുകൾ നല്ല സ്മൂത്ത് ആയിരിക്കും. ഈ ഒരു എഫക്റ്റ് വരെ ഒരുപാട് സെഗ്മെൻറ്റ്സ് ഇതിൽ ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇതിൽ സെഗ്മെൻറ്റ്സ് ആഡ് ചെയ്യുന്ന സമയത്ത് എന്താവുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ പോളി കൗണ്ടും വേർട്ടെക്സ് കൗണ്ടും കൂടി വരും. അപ്പോൾ നമുക്ക് താങ്ങാൻ പറ്റാത്ത സിസ്റ്റങ്ങളാണെങ്കിൽ ഹാങ് ആയിട്ട് ഓഫായി പോകും. ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം നമുക്ക് ഈസി ആയിട്ട് എഡിറ്റബിൾ പോളിയിലൂടെ നമുക്ക് മോഡൽ ചെയ്തിട്ട് അതിൻ്റെ സ്മൂത്ത്നെസ് ഒക്കെ കൺട്രോൾ ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. സോ അതൊക്കെ നമുക്ക് പിന്നെ നോക്കാം. ഇപ്പം ഞാൻ ഇതിൻ്റെ പ്രോപ്പർട്ടീസ് പറഞ്ഞതേ ഉള്ളൂ. ഇതാണ് സെഗ്മെൻറ്റ്സ് ആഡ് ചെയ്യേണ്ട മെത്തേഡ്. ഓക്കെ, ഇത് നമ്മൾ ഒരു പ്രാവശ്യം ആഡ് ചെയ്ത് ഇതിനെ നമ്മൾ കൺവേർട്ട് പോളി ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ തീർന്ന്. പിന്നെ നമുക്ക് ഒരിക്കലും അതിൻ്റെ ഹൈറ്റോ വിഡ്ത്തോ അല്ലെങ്കിൽ ഡെപ്തോ നമുക്ക് ഒരിക്കലും കൺട്രോൾ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടാവില്ല. പിന്നെ നമ്മൾ കൺട്രോൾ ചെയ്യുന്നത് കംപ്ലീറ്റ് ഇതിൻ്റെ ഫേസുകളും വേർട്ടെക്സുകളും അതേപോലെ തന്നെ ഇതിൻ്റെ എഡ്ജുകളൊക്കെ വെച്ചിട്ട് മൂവ്മെൻറ്റിലൂടെയാണ് നമ്മൾ പിന്നെ ആ ഒരു പാർട്ടിനെ കൺട്രോൾ ചെയ്യുന്നത്. സോ ഇപ്പം അതാണ് ബോക്സ്. അടുത്തത് സ്പിയറാണ്. സ്പിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ ഒരു ഗ്ലോബ് പോലത്തെ സാധനം, ഒരു റൗണ്ട്, അതാണ് സ്പിയർ എന്ന് പറയുന്നത്. സ്പിയറിന് നമുക്ക് പാരാമീറ്ററിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് റേഡിയസ്, ഡയാമീറ്ററിലല്ല പറയുക, റേഡിയസിലാണ് പറയുക. ഇവിടുന്ന് തൊട്ടിട്ട് ഇവിടത്തെ വരെയുള്ളതാണ് ഡയാമീറ്റർ. ഇതിൻ്റെ സെൻറ്റർ തൊട്ടിട്ട് ഇതിൻ്റെ അടുത്ത എഡ്ജ് വരെയുള്ളതാണ് അതിൻ്റെ ഹാഫ്. ഇവിടുന്ന് സെൻറ്റർ തൊട്ടിട്ട് ഇവിടുത്തെ വരെയുള്ളത്
ഈ സെൻറ്റർ തൊട്ടിട്ട് ഇവിടുത്തെ വരെയുള്ളതാണ് ഇതിൻ്റെ റേഡിയസ്, ഇവിടുത്തെ വരെയുള്ളതാണ് ഇതിൻ്റെ ഡയമീറ്റർ. നമ്മളെപ്പോഴും ഇപ്പം ഇത് നമുക്ക് 4 മീറ്റർ ഡയമീറ്ററിലാണ് നമ്മളോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളത് ഇതിൽ 2 മീറ്റർ കൊടുത്താൽ മതി, അത് ഓട്ടോമാറ്റിക്കായിട്ട് 4 മീറ്റർ ആവും. ഇപ്പം 1000 mm 1 മീറ്റർ റേഡിയസ് ആണെങ്കിൽ 2 മീറ്റർ ഡയമീറ്റർ ആയിരിക്കും. ഓക്കെ, അപ്പോൾ അതാണ് അതിൻ്റെ അത് മനസ്സിലാക്കിയാൽ മതി. ഇതിൻ്റെ നേരെ ഡബിൾ ആയിരിക്കും ഡയമീറ്റർ വരെ. പിന്നെ സെഗ്മെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ സ്മൂത്ത്നെസ് കൺട്രോൾ ചെയ്യുന്നതാണ് ഇതിൻ്റെ സെഗ്മെൻറ്റ്സ് എന്ന് പറയുന്നത്. നമ്മളിത് എത്ര കൂട്ടുന്നോ അത്രയും സ്മൂത്തായിട്ട് നമുക്ക് സെഗ്മെൻറ്റ്സ് ആഡ് ആവും. പിന്നെ ഇത് ഹെമിസ്ഫിയർ. നമുക്ക് ഒരു സ്ഫിയറിനെ കട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ, കട്ടല്ല ശരിക്കും ഇത് എന്താ പറയണ്ടേ, ക്രിയേറ്റ് ചെയ്യാനാണ് നമ്മൾ ചെയ്യുന്നത്. നമുക്ക് ഹാഫ് ഗ്ലോബ് പോലെയാണ് വേണ്ടുന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഹെമിസ്ഫിയർ വെച്ചിട്ട് ഹാഫ് കട്ട് ചെയ്യാം. അതല്ല നമ്മൾ ഓൾറെഡി ക്രിയേറ്റ് ചെയ്ത സാധനമാണെങ്കിൽ നമ്മൾ കൺവേർട്ട് പോളി ചെയ്തു പോയി, പക്ഷേ നമുക്ക് ഈ ഭാഗം കട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് എഡിറ്റബിൾ പോളി ഉപയോഗിച്ചിട്ട് അത് കട്ട് ചെയ്ത് കളയാം, അത് പ്രശ്നമൊന്നുമില്ല. പക്ഷേ അത് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് തന്നെ നമുക്ക് അങ്ങനെ ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതേപോലെ ക്രിയേറ്റ് ചെയ്യാം. പിന്നെ ആ സ്പിയറിൻ്റെ അകത്ത് ഇതിനെ ചോപ്പ്, സ്ക്വാഷ്, അതായത് അതിൻ്റെ 2 മെത്തേഡ് മാത്രമാണ്. ഇത് ചോപ്പിംഗ് ആണ്, പിന്നെ ഇത് സ്ക്വാഷിംഗ് ആണ്. ഓക്കെ, അപ്പോൾ അതാണ് ഇതിൻ്റെ രണ്ടിൻ്റെയും ഒരു വലിയ വ്യത്യാസമൊന്നുമില്ല സംഭവം. പിന്നെ സ്ലൈസ് ഓൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എത്ര പീസിനെ വേണ്ടെങ്കിലും സ്ലൈസ് ചെയ്യാം. ഇങ്ങനെ എന്താ പറയുക, ഒരു പീസ് കഷ്ണം ഇത്ര മതിയോ ഈ ഒരു പീസ് മതിയോ എന്നുണ്ടെങ്കിൽ നമുക്ക് സ്ലൈസ് ചെയ്തെടുക്കാം. ഇതിൻ്റെ സ്ലൈസ് 2 ആണ്, അതായത് ഏത് എഡ്ജ് എത്ര ഭാഗം മുതൽ ഇങ്ങോട്ടേക്ക് സ്ലൈസ് ചെയ്യണം എന്നുള്ളതാണ്. ഇത് സ്ലൈസ് ഫ്രം ഇവിടുന്ന് എത്ര വരെ പോകണം എന്നുള്ളത്. പിന്നെ ബേസ് ടു പിവിയോട്ട്, അത് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നതാണ്. ഇപ്പം ഒരു സ്പിയർ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് ബേസ് ടു പിവിയോട്ട് കൊടുത്തു കഴിഞ്ഞാൽ ആ പിവിയോട്ട് എവിടെയാണ് വെച്ചിട്ടുള്ളത് നമ്മൾ അവിടുന്ന് ബേസ് വെച്ച് സ്റ്റാർട്ട് ചെയ്യും ആ സ്പിയർ. അതല്ല എന്നുണ്ടെങ്കിൽ അതതിൻ്റെ സെൻറ്ററിൽ വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യും. അതായത് നമ്മുടെ ഗ്രിഡിൻ്റെ സെൻറ്ററിൽ വെച്ചിട്ട് സ്പിയർ ക്രിയേറ്റ് ചെയ്യും. ഇത് നമ്മൾ ബേസ് ടു പിവിയോട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഗ്രിഡിൻ്റെ മുകളിൽ വെച്ചിട്ട് നമ്മുടെ സ്പിയർ സ്റ്റാർട്ടാവും. അപ്പം അതാണ് ഇതിൻ്റെ സ്പിയർ. നെക്സ്റ്റ് സിലിണ്ടറും സെയിം തന്നെയാണ്. നമുക്ക് ഒരു സിലിണ്ടർ, അപ്പം നമ്മൾ ക്ലിക്ക് ചെയ്തിട്ട് ഡ്രാഗ് ചെയ്തിട്ട് മുകളിലേക്ക് ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സിലിണ്ടറും അതേപോലെ തന്നെ അതിൻ്റെ ഹൈറ്റ് സെഗ്മെൻറ്റ്സ്, ക്യാപ്പ് സെഗ്മെൻറ്റ്സ്, അതിൻ്റെ മുകളിലത്തെ സെഗ്മെൻറ്റ്സ്, അതേപോലെ തന്നെ സ്ലൈഡ്, അതായത് നമുക്കിതിൻ്റെ സ്മൂത്ത്നെസ് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഇത്രയും കാര്യങ്ങൾ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ ഇതിൻ്റെ റേഡിയസ് സെയിം നമ്മൾ സ്പിയറിന് പറഞ്ഞ പോലെ തന്നെ അതേപോലെ ഇതിൻ്റെ ഹൈറ്റ് ഇത് കൺട്രോൾ ചെയ്യാൻ പറ്റും. അതിനെ സ്ലൈസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് എത്ര ഇതിൽ വേണ്ടിക്കാൻ സ്ലൈസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ സ്ലൈസ് ചെയ്തെടുക്കാം. അതാണ് സിലിണ്ടർ. ഇതേപോലെ തന്നെയാണ് ബാക്കിയുള്ള എല്ലാ പ്രിമിറ്റീവ്സും, സ്റ്റാൻഡേർഡ് പ്രിമിറ്റീവ്സും. അതായത് ടോസ്, പിന്നെ ടീപോട്ട്, പിന്നെ കോണും അതേപോലെ തന്നെയാണ്. നമ്മളിപ്പോൾ ഒരു കോണ് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ, പിന്നെ അതേപോലെ തന്നെ ജിയോസ്പിയർ എന്ന് പറഞ്ഞിട്ട് നമ്മൾ നേരത്തെ കണ്ട സ്പിയർ അത് കോഡാണ്. കാരണം നിങ്ങൾക്ക് കാണാം ഇത് സ്ക്വയറാണ്, ഇത് ട്രയാങ്കിളാണ്. സോ ഈ ട്രയാങ്കിൾ എന്ന് പറയുന്നത് ഇതിന് പറയുന്നത് കോഡ് എന്നാണ്, ഇത് ട്രയാങ്കിളാണ്. സോ ഇങ്ങനെയും ഫേസ് ഉണ്ടാവും, ഇങ്ങനെയും ഫേസ് ഉണ്ടാവും. പക്ഷേങ്കിൽ അധികം ക്യാരക്ടർ ആനിമേഷൻ ചെയ്യുന്ന ആൾക്കാരും റിഗ്ഗിങ്ങിനൊക്കെ ഈ കോഡ് മെഷാണ് പ്രിഫർ ചെയ്യുന്നത്. സോ പിന്നെ ഇതിൻ്റെ അകത്തുള്ളത് ട്യൂബാണ്. സെയിം സിലിണ്ടർ പോലെ തന്നെ, പക്ഷേങ്കിൽ നമുക്ക് അതിൻ്റെ തിക്നെസ് കൊടുക്കാൻ പറ്റും. ഇവിടെ നമുക്ക് റേഡിയസ് 1ഉം ഇതിൻ്റെ റേഡിയസ് 2ഉം കൊടുത്തിട്ട് നമുക്ക് അതിൻ്റെ തിക്നെസ് കൺട്രോൾ ചെയ്യാൻ പറ്റും. പിന്നെ ഹൈറ്റ്. പിന്നെയുള്ളത് പിരമിഡാണ്. പിരമിഡ് സാധാരണ നമ്മുടെ ഒരു പിരമിഡ്, ഇതിന് വലിയ സംഭവങ്ങളൊന്നുമില്ല. ഇതൊക്കെ നമുക്ക് എപ്പോഴെങ്കിലും ഏതെങ്കിലും ഡിസൈനൊക്കെ ചെയ്യുന്ന സമയത്ത് എപ്പോഴെങ്കിലും യൂസ് ആവും. സാധാരണ ഇതെല്ലാം നമ്മൾ 3D Max തന്നെ എഡിറ്റബിൾ പോളിയിൽ ഉണ്ടാക്കുകയാണ് ചെയ്യുക. പിന്നെ ഉള്ളത് പ്ലെയിൻ. സാധാരണ നമ്മുടെ പ്ലെയിൻ ഒരു അധികം മോഡലിങ്ങും ചില ആൾക്കാർ സ്റ്റാർട്ട് ചെയ്യുക പ്ലെയിൻ വെച്ചിട്ടാണ്, ചില ആൾക്കാർ ബോക്സ് വെച്ച് സ്റ്റാർട്ട് ചെയ്യും. അത് ഓരോ ഒബ്ജക്റ്റിൻ്റെ ഡിസൈനനുസരിച്ചിട്ട് നമുക്ക് ഏത് സ്റ്റാൻഡേർഡ് പ്രിമിറ്റീവ്സ് വേണ്ടിക്കലും യൂസ് ചെയ്യാൻ പറ്റും. സോ
ഇതിൻ്റെ അകത്ത് നമുക്ക് സെഗ്മെൻറ്റ്സ് കൂട്ടുകയോ കുറക്കുകയും ചെയ്യാം. അതേപോലെ തന്നെ ഇത് ലെങ്ത്തും ഹൈറ്റും വിഡ്ത്തും, ഹൈറ്റില്ല വിഡ്ത്തും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതാണ് സ്റ്റാൻഡേർഡ് പ്രിമിറ്റീവ്സിലെ ഒബ്ജക്റ്റുകൾ. ഇനി ഇതിൻ്റെ ഉള്ളിൽ നെക്സ്റ്റ് ഉണ്ട്, അതായത് എക്സ്റ്റെൻഡഡ് പ്രിമിറ്റീവ്സ് ഉണ്ട്, അതേപോലെ കോമ്പൗണ്ട് ഒബ്ജക്ട്സ് എന്ന് പറഞ്ഞൊരു സെക്ഷൻ വേറെ ഉണ്ട്. എക്സ്റ്റെൻഡഡ് പ്രിമിറ്റീവ്സ് നമുക്ക് അടുത്ത ട്യൂട്ടോറിയലിൽ നോക്കാം. ഈ സ്റ്റാൻഡേർഡ് പ്രിമിറ്റീവ്സ് വെച്ചിട്ട് നമുക്ക് ഒരു ടേബിൾ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് കൊണ്ട് നോക്കാം. സോ സ്റ്റാൻഡേർഡ് പ്രിമിറ്റീവ്സിൽ ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ജസ്റ്റ് ഞാൻ യൂസ് ചെയ്യുന്ന പോലത്തെ ഒരു ടേബിളാണ്. സോ ഞാനതിന് ഒരു സൈസ് ഞാനിവിടെ പറയുന്നത് തന്നെയാണ് സൈസ്. ഇപ്പം നമുക്ക് വരച്ച് കാണിക്കണം എന്നുണ്ടെങ്കിൽ ഇപ്പം ഒരു ഇങ്ങനെയുള്ള സാധാരണ ഒരു ടേബിളിന് ഇവിടെ ഇങ്ങനെ സാധാരണ കാണുന്ന ടേബിൾ ലെഗ് കൊടുത്തിട്ട് ആ ലെഗ് നമ്മളിങ്ങനെ കണക്ട് ചെയ്യും. ഇവിടെയല്ല കണക്ട് ചെയ്യുക, കുറച്ച് മുകളിലോട്ട് ഇങ്ങനെ കണക്ട് ചെയ്തിട്ട് ആ രണ്ട് ലെഗിൽ നിന്ന് ഒരു സെൻറ്ററിൽ ഒരു കണക്ഷൻ, സാധാരണ നമ്മൾ ഉപയോഗിക്കുന്ന അതേ ടേബിൾ തന്നെ. അപ്പോൾ ഞാനത് ഉണ്ടാക്കുന്നത് വെറും പ്രിമിറ്റീവ്സ് വെച്ചിട്ട് എങ്ങനെയാണ് ഉണ്ടാക്കാൻ നോക്കാം. നമ്മളൊരു പക്ഷേ ഈ ഒരു വിഷ്വൽ സ്റ്റൈൽ ഞാൻ ചേഞ്ച് ചെയ്യണം, എനിക്ക് കളർ ഇഷ്ടമല്ല. സോ ഞാനിവിടെ ക്ലേയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഒരു ക്ലേ എന്ന് പറയുന്ന ഒരു വിഷ്വൽ സ്റ്റൈലാണ്. ഇപ്പം നമ്മൾ ഒരു ടീപോട്ട് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് കാണാം ഒരു റെഡ് കളറിൽ ക്രിയേറ്റ് ആവുന്നത്. അതിന് പകരം നമുക്ക് ഡിഫോൾട്ട് ഷെയ്ഡിങ് കൊടുത്തു കഴിഞ്ഞാൽ ഒരു കളറിലാണ് വരിക. എനിക്കത് വലിയ താല്പര്യമില്ല, അതുകൊണ്ട് ഞാൻ ക്ലേയിലാണ് എപ്പോഴും ചെയ്യല്. സോ ക്ലേയിൽ നമ്മൾ കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഫസ്റ്റ് ബോക്സ് വരക്കാം. ഇവിടുന്ന് ഇവിടത്തേക്ക് ഒരു ബോക്സ് വരച്ചു, അതിന് ഹൈറ്റ് കൊടുത്തു. ഈ ബോക്സിൻ്റെ വീതി എന്ന് പറയുന്നത് ഞാൻ കൊടുക്കുന്നത് 60 സെൻറ്റിമീറ്ററാണ്. 60 സെൻറ്റിമീറ്റർ mm 600. ഓക്കെ, 600 mm കൊടുത്തു. അതേപോലെ തന്നെ ഇതിൻ്റെ വിത്ത്, ആ ടേബിളിൻ്റെ വിത്ത് 1.5 സെൻറ്റിമീറ്റർ, അതായത് 150 സെൻറ്റിമീറ്റർ, 1.5 മീറ്റർ, 1500 mm. ഓക്കെ, ഇനി അതിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് ഞാൻ കൊടുക്കുന്നത് 50. ഓക്കെ, ഈ 50-ൽ ഞാൻ ഇതിൻ്റെ ഹൈറ്റ് കൊടുത്തു. ഇത് നമുക്ക് ശരിക്കും എഡിറ്റബിൾ പോളിയൊക്കെ ചെയ്യണമെങ്കിൽ നമുക്ക് മാറ്റാം. ഞാനിപ്പം 30 കൊടുത്തിട്ട് നമുക്ക് ഇതിൻ്റെ അടിയിൽ ഒരു സാധനം കൊടുക്കാം. സോ ഇത് ഫസ്റ്റത്തെ പാർട്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്തു. ഇപ്പം നമ്മൾ ഈ ഒരു പാർട്ട് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിതിനെ മുകളിലേക്ക് കൊണ്ടുപോകണം. ഓക്കെ, മുകളിലേക്ക് എങ്ങനെ കൊണ്ടുപോകാം? നമുക്കൊരു സൈസില്ലാണ്ട് നമ്മൾ എങ്ങനെ മൂവ് ചെയ്യും? സോ നമ്മൾ ഇതിൻ്റെ 4 വ്യൂവിലേക്ക് വരിക. നിങ്ങൾ Alt W പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് 4 വ്യൂവിലേക്ക് മാറും. ഇതിൻ്റെ പെർസ്പെക്റ്റീവാണ്, ഇതിൻ്റെ ഫ്രണ്ട് വ്യൂ ആണ്, ഇതിൻ്റെ ടോപ്പ് വ്യൂ ആണ്, ഇതിൻ്റെ ലെഫ്റ്റ് വ്യൂ ആണ്. സോ നമുക്കിതിനെ ഇവിടുന്ന് മുകളിലേക്കാണ് കൊണ്ടുപോകേണ്ടത്. 2 രീതിയിൽ കൊണ്ടുപോകാം. ഒന്ന്, നമുക്ക് ജസ്റ്റ് ഇവിടെ ഒരു ബോക്സ് വരച്ചിട്ട് ആ ബോക്സിൻ്റെ ഹൈറ്റ് 700 mm കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം ഈ 700-ൻ്റെ എൻഡ് വരുന്ന സ്ഥലത്തായിരിക്കും ഈ ബോക്സ് പോയിട്ട് ഇങ്ങനെ നിൽക്കുക. കാരണം അതാണ് ഒരു ടേബിളിൻ്റെ ഹൈറ്റ് കൊടുക്കുന്നത്. പക്ഷേ നമുക്ക് അങ്ങനെ വേണ്ട എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് ഈ മൂവ് ടൂളിൽ ഒരു വശം റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അതായത് ഇവിടെ കാണാൻ നിങ്ങൾക്ക് ഹൈലൈറ്റ് ചെയ്തിട്ട് റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇവിടെ ഒരു പ്രോപ്പർട്ടീസ് വരും. ഇതാണ് മൂവ് ട്രാൻസ്ഫോം ടൈപ്പ് എന്ന് പറയുന്നത്. ഇതിൽ വെച്ചിട്ട് നമുക്ക് എമൗണ്ട് കൊടുത്തിട്ട് മൂവ് ചെയ്യിക്കാൻ പറ്റും. ഓക്കെ, ഇപ്പം നിങ്ങൾക്ക് ഈ നമ്മുടെ ബോക്സിൻ്റെ മിഡിലാണ് നമ്മുടെ സൈസ്, അതായത് ട്രാൻസ്ഫോർമേഷൻ ടൂളിൻ്റെ സെൻറ്റർ സ്നാപ്പ് കൂടിയാണ് കിടക്കുന്നത്. നമുക്കിതിനെ ഇതിൻ്റെ ബോട്ടത്തിലേക്ക് കൊണ്ടുവരണം. സോ ഇതിൽ ക്ലിക്ക് ചെയ്തിട്ട് എഫക്റ്റ് പിവിയോട്ട് ഓൺലി ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഇതിൻ്റെ ബോട്ടത്തിലേക്ക് ഓട്ടോമാറ്റിക്കായിട്ട് അത് മൂവ് ചെയ്ത് വന്നിട്ടുണ്ടാവും. എന്നിട്ട് ഇവിടെ ക്ലിക്ക് ചെയ്താൽ മതി. അപ്പോൾ ഇതിൻ്റെ ബോട്ടത്തിലേക്ക് ആ മൂവ്മെൻറ്റ് മാറി. സോ ഇനി എനിക്ക് ഏത് ആക്സസിലാണ് പോകേണ്ടത്? നിങ്ങൾക്ക് ഇവിടെ കാണാം Y ആണ് നമ്മുടെ ആക്സസ്. ഓക്കെ, Y ആണ് മുകളിലോട്ടും താഴോട്ടേക്കുള്ളത്. സോ ഞാൻ ഈ Yൻ്റെ അകത്ത് ഇവിടെ 700 എന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്തു. അപ്പോൾ അത് 700 mm 70 സെൻറ്റി മുകളിലേക്ക് ഉന്തി. സോ നമ്മൾ ഇവിടെ നമ്മുടെ 70 സെൻറ്റി ഹൈറ്റിൽ നമ്മുടെ ടേബിളിൻ്റെ ടോപ്പ് വന്നു. സോ ഇതിൻ്റെ അടിയിൽ എനിക്ക് ലെഗ് വരണം. സോ ഞാൻ എന്ത് ചെയ്യുന്നു? അടുത്ത ഒരു ബോക്സ് സെലക്ട് ചെയ്തിട്ട് നമുക്ക് ഇവിടെ വരച്ചു കൊടുക്കണം. എന്നിട്ട് നമുക്ക് മൂവ് ചെയ്ത് വെച്ചാൽ മതി. പക്ഷേങ്കിൽ ഡയറക്റ്റ് നിങ്ങൾ ഇവിടെ ഇങ്ങനെ വരച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ ഇങ്ങനെ വരില്ല. ഇത് പ്ലേസ് മാറിയിട്ടുണ്ടാവും. അപ്പോൾ
അതിനെന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു ഫേസിലാണ് വരക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഇവിടെ ഓട്ടോ ഗ്രിഡ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്, അതിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ പിന്നെ വരക്കുന്ന പീസ് അത് തുടങ്ങുക ആ ഒരു ഫേസ് എന്നായിരിക്കും. അതായത് നിങ്ങൾ വരക്കുന്ന ഒബ്ജക്റ്റിൻ്റെ ഗ്രിഡ്, നമ്മളിപ്പോൾ താഴെ കണ്ട ഗ്രിഡില്ലേ, അത് ഓട്ടോമാറ്റിക്കായിട്ട് ഇവിടെ ആയിട്ട് വരും. അതിനാണ് ഓട്ടോ ഗ്രിഡ് കൊടുത്തിട്ട്. സോ ഇനി നമുക്ക് ഓട്ടോ ഗ്രിഡിൻ്റെ ആവശ്യമില്ല, ഓഫ് ചെയ്യാം. W പ്രസ് ചെയ്യാം, അതായത് സെലക്ഷൻ ടൂളിലേക്ക് മാറ്റി. എന്നിട്ട് നമ്മളതിൻ്റെ മോഡിഫൈ ലിസ്റ്റ് എടുത്തു. അതിനുശേഷം നിങ്ങൾക്ക് ഇവിടെ കാണാം ഇതിൻ്റെ സൈസ്. ഇപ്പം ഞാനിവിടെ ഇതിലിപ്പം ഓൾറെഡി ഉള്ളത് 44 ആണ്. ഞാനിവിടെ 30, അതേപോലെ തന്നെ അതിൻ്റെ വിഡ്ത്തും 30, ഇതിൻ്റെ ഹൈറ്റ് നമ്മൾ ഓൾറെഡി 700 വെച്ചിട്ടുള്ളത്. സോ 600 കൊടുക്കാം നമുക്ക്. 600, ഇത് 50 ഉണ്ട്. അപ്പം നമുക്ക് ഇവിടുന്ന് 15 കഴിച്ചിട്ട് എത്ര ഉണ്ടാവുക 700-ൽ, സോറി 50, 30, 700 മൈനസ് 30, 670. സോ 670 ഹൈറ്റ്. പക്ഷേ ഇത്ര വേണ്ട കേട്ടോ, നമുക്ക് കുറക്കാം. നമുക്കൊരു 600-ൻ്റെത് മതി. അപ്പോൾ 570 കൊടുക്കാം. എന്നിട്ട് നമുക്കിതിനെ മൂവ് ചെയ്യാം താഴോട്ടേക്ക്. ഓവറോൾ സെലക്ട് ചെയ്തിട്ട് ഇതിൻ്റെ താഴോട്ടേക്ക് മൂവ് ചെയ്തിട്ട് ഇതാണ് ബേസ്. ആ ബേസിലേക്ക് നമുക്ക് മൂവ് ചെയ്തിട്ട് ഇങ്ങനെ വെക്കാം. സോ ടേബിളിൻ്റെ ഒരു ലെഗ് ക്രിയേറ്റ് ചെയ്തു. ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ പോയിന്റ് നമുക്ക് ഇവിടെയാണ് വേണ്ടത്, സ്നാപ്പ് ആവേണ്ടത്. ഓക്കെ, ഇപ്പം ഈ പോയിന്റ് ഈ വേർട്ടെക്സിൽ വന്നിട്ട് ജോയിൻ്റ് ആവണം, എന്നാലും മാത്രമേ അതൊരു ആ ഒരു പോയിന്റിൽ വന്ന് നിൽക്കുള്ളൂ. സോ അങ്ങനെ ചെയ്യണമെന്നുണ്ട്. നമ്മൾ ചെയ്യേണ്ടതെന്നാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഫസ്റ്റ് ഇവിടെ പോയിട്ട് നമ്മുടെ സ്നാപ്പ് ഓൺ ചെയ്യുക. അതിനുശേഷം റൈറ്റ് ബട്ടൺ അതിൽ തന്നെ വെച്ചിട്ട് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഈ ഒരു പ്രോപ്പർട്ടീസ് പാനൽ ഓൺ ആവും. ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാം ഒന്നും ഞാൻ പറയുന്നില്ല, കാരണം സംഭവത്തിൽ നിങ്ങൾക്ക് 2 പറഞ്ഞാൽ തന്നെ ബാക്കിയൊന്നും മനസ്സിലാവും. ഇത് നമ്മൾ മൂവ് ചെയ്യുമ്പോൾ ഈ ഒബ്ജക്റ്റ് സ്നാപ്പ് ചെയ്യേണ്ട പോയിന്റുകളാണ് ഇവിടെ കാണിക്കുന്നത്. ഇപ്പോൾ ഗ്രിഡ് സ്നാപ്പ് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒബ്ജക്റ്റ് ഗ്രിഡിൽ പോയിട്ട് സ്നാപ്പ് ആവും. ഓക്കെ, അതെങ്ങനെയാണെന്നും കൂടി കാണിച്ചു തരാം. ഇപ്പോൾ ഇതാണ് ഗ്രിഡ്. ഞാനിവിടെ ഒരു ബോക്സ് വരച്ചു. ഓക്കെ, എന്നിട്ട് ഞാനിവിടെ ഇത് ഇപ്പോൾ ഓണാണ്. ഞാനിതിൻ്റെ ഗ്രിഡ് പോയിന്റ് സ്നാപ്പ് ഓൺ ചെയ്തതിന് ശേഷം ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് ഇതിനെ മൂവ് ചെയ്യുമ്പോൾ നിങ്ങൾ നോക്കിക്കോ, ഓരോ ഗ്രിഡിനനുസരിച്ച് ഇത് സ്നാപ്പ് ആയിക്കൊണ്ടിങ്ങനെ പോകും. അതാണ് ഗ്രിഡ് സ്നാപ്പ് എന്ന് പറയുന്നത്. പിന്നെ നമുക്കിവിടെ ഉള്ളത് പിവിയോട്ടാണ്. അതായത് ഇത് ഇപ്പോൾ ഈ സെലക്ട് ചെയ്ത ഒബ്ജക്റ്റിൻ്റെ ഈ പിവിയോട്ട് എവിടെയാണ് നിൽക്കുന്നത്, ആ പിവിയോട്ടിലേക്കായിരിക്കും ഈ പോയിന്റ് പോയിട്ട് മർജ് ആവുക. ഇപ്പോൾ ഇവിടുന്ന് ഞാൻ മൂവ് ചെയ്ത് കണ്ട ഓട്ടോമാറ്റിക്കായിട്ട് പോയിട്ട് ഇവിടെയാണ് പോയിട്ട് പിടിക്കുന്നത്. അതെല്ലാം നമുക്ക് വേണ്ടുന്നത്. പിന്നെയുള്ളത് പെർപെൻഡിക്കുലർ സ്ട്രെയിറ്റ് ലൈൻ എവിടെയാണുള്ളത് അതിലേക്ക് പോയിട്ട് വരും, അതും വേണ്ട. നെക്സ്റ്റ് വേർട്ടെക്സ് ആണ് നമുക്ക് വേണ്ടത്. ഈ ഒരു പോയിന്റിനെ നമുക്ക് ഈ ഒരു പോയിന്റിലേക്ക് മൂവ് ചെയ്യണം. സോ കണ്ട, അപ്പോൾ അത് ആ ഒരു പോയിന്റിലേക്ക് മൂവായി. ഇനി നമുക്ക് എഡ്ജിലേക്ക് ചെയ്യാം. ഇപ്പം വേർട്ടെക്സ് ഓഫ് ചെയ്തിട്ട് ഞാൻ ഈ എഡ്ജിലേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ എഡ്ജിലേക്കേ മൂവ് ആവുള്ളൂ, നമുക്ക് ഈ പോയിന്റ് കിട്ടില്ല. സോ നമുക്ക് എപ്പോഴും വേർട്ടെക്സ് ആണ് വേണ്ടുന്നത്. എപ്പോഴും അല്ല, ഓരോ മൂവ്മെൻറ്റിനനുസരിച്ചിട്ട് അത് മാറി മാറി വരും. വേർട്ടെക്സ് സെലക്ട് ചെയ്യുക, ഈ ഒരു പോയിന്റിൽ നിന്ന് ഈ ഒരു പോയിന്റിലേക്ക് നമുക്കതിനെ മൂവ് ചെയ്യാം. സോ നമ്മുടെ ഫസ്റ്റ് ഒരു ലെഗ് നമ്മളിവിടെ ക്രിയേറ്റ് ചെയ്ത്, അടുത്തത് നമുക്ക് ഈ ലെഗിനെ ഇവിടത്തേക്ക് മൂവ് ചെയ്യണം. ഓക്കെ, ഇവിടത്തേക്ക് അതിൻ്റെ ഒരു കോപ്പി വേണം. സോ ഞാനിവിടെ ഷിഫ്റ്റ് പ്രസ് ചെയ്ത്, ഷിഫ്റ്റാണ് കോപ്പി. ഇപ്പോൾ അത് നിങ്ങൾക്ക് പറഞ്ഞില്ലെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. നമുക്ക് ഒരു ഒബ്ജക്റ്റിനെ സെലക്ട് ചെയ്തിട്ട് അതിൻ്റെ ഒരു കോപ്പി എടുക്കണമെന്നുണ്ടെങ്കിൽ ഷിഫ്റ്റ് പ്രസ് ചെയ്യുക, എന്നിട്ട് ഏത് ഡയറക്ഷനിലാണ് വേണ്ടി വെച്ചാൽ മൂവ് ചെയ്താൽ അതിൻ്റെ ഒരു കോപ്പി വരും. കോപ്പി വരുന്ന സമയത്ത് കുറച്ച് ഓപ്ഷൻസ് കാണാം. ഒന്ന് ഇൻസ്റ്റൻസ്, പിന്നെ ഒന്ന് റെഫറൻസ്. നമ്മൾ ഇതിൽ മെയിനായിട്ട് ഉപയോഗിക്കുന്നത് ഇൻസ്റ്റൻസും കോപ്പിയും തന്നെയാണ്. കോപ്പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ലെഗിൻ്റെ 5 കോപ്പി വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5 കോപ്പി നമുക്ക് ഈ ഒരു ലെഗിൻ്റെ കിട്ടും. പക്ഷേങ്കിൽ നിങ്ങൾ ഈ ഒരു ലെഗിനെ നിങ്ങൾ റീസൈസ് ചെയ്യുന്ന സമയത്ത് ബാക്കിയൊന്നും എഫക്റ്റ് ആവില്ല. ഓക്കെ, ആ ഒരു ലെഗ് മാത്രമേ നിങ്ങൾക്ക് എഫക്റ്റ് ആവുള്ളൂ. സോ അതിന് പകരം ഞാനിത് സെലക്ട് ചെയ്തു, ഷിഫ്റ്റ് പ്രസ് ചെയ്തിട്ട് ഇതിനെ ഡ്രാഗ് ചെയ്തു. എന്നിട്ട് ഇൻസ്റ്റൻസ് കൊടുത്തിട്ട് 5 പാർട്ടാക്കിയിട്ട്, അല്ല 5 കോപ്പീസ് എടുക്കുകയാണെങ്കിൽ ഇതിനെ ഞാൻ റീസൈസ് ചെയ്യുന്ന സമയത്ത് ബാക്കിയുള്ള എല്ലാം റീസൈസ് ആവും.
സോ അതാണ് ഇൻസ്റ്റൻസ്. നമ്മൾ സ്കെച്ചപ്പിൽ കോമ്പനൻറ്റും ഗ്രൂപ്പും ആക്കുന്ന പോലെ ഗ്രൂപ്പ് ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എഡിറ്റ് ചെയ്യുന്ന സമയത്ത് ബാക്കിയൊന്നും എഡിറ്റ് ആവില്ല. പക്ഷേ എങ്കിൽ കോമ്പനൻ്റ് ആണെങ്കിൽ നമുക്ക് ബാക്കിയൊക്കെ എഡിറ്റ് ആവും. അതാണ് കോൺസെപ്റ്റ്. സോ ഞാൻ ഇതിൻ്റെ കോമ്പനൻ്റാണ് ഇപ്പുറത്തേക്ക് കോപ്പി ചെയ്യാൻ പോകുന്നത്. സോ ഞാൻ സെയിം തന്നെ ഇവിടെ സ്നാപ്പ് ഓൺ ചെയ്ത് എസ് ആണ് ഷോർട്ട് കീ. സ്നാപ്പിന് സ്നാപ്പ് ഓൺ ഓഫ് എസ് ആണ്. അതേപോലെ തന്നെ ആംഗിൾ സ്നാപ്പ് ഓൺ ഓഫ് എ ആണ്. ഓക്കെ, സ്നാപ്പ് ഓൺ ചെയ്തു. ഈ ഒരു പോയിന്റിൽ നിങ്ങൾക്ക് ഒരു പ്ലസ് ബട്ടൺ ഇവിടത്തേക്ക് വരുന്നത് കാണാം. ഒരു പ്ലസ് ഒരു യെല്ലോ കളറിൽ അത് വന്നു. അത് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഷിഫ്റ്റ് പ്രസ് ചെയ്തിട്ട് ഇവിടുന്ന് ഒരു കോപ്പി എടുത്തിട്ട് ഇവിടത്തേക്ക് സ്നാപ്പ് ചെയ്തു. ഓക്കെ, അത് ഇൻസ്റ്റൻസ് ആക്കിയിട്ട് ഞാൻ കോപ്പി ചെയ്തു. ഇനി നമുക്ക് ഈ രണ്ട് പീസിനെ നമുക്ക് ഈ ഭാഗത്തേക്ക് കൊണ്ടുവരണം. സോ അതിന് നമ്മൾ ജസ്റ്റ് ഷിഫ്റ്റ് പ്രസ് ചെയ്ത് സ്നാപ്പ് ഓഫ് ചെയ്യുക. എന്നിട്ട് ഷിഫ്റ്റ് പ്രസ് ചെയ്ത് ഡ്രാഗ് ചെയ്യുക. ഡ്രാഗ് ചെയ്തതിന് ശേഷം അതിൻ്റെ ഇൻസ്റ്റൻസ് കോപ്പി എടുക്കുക. എന്നിട്ട് എസ് പ്രസ് ചെയ്യുക, അതായത് സ്നാപ്പ്. അതിനുശേഷം ഈ ഒരു പോയിന്റിൽ നിന്ന് ക്ലിക്ക് ചെയ്തിട്ട് സെലക്ഷൻ രണ്ടിലും വേണം കേട്ടോ, രണ്ട് സെലക്ട് ചെയ്തിട്ട് ഇവിടെ വെക്കുക. ഇപ്പം അങ്ങനെയാണ് ഇത് സെലക്ട് ചെയ്തത്. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ ഇത് സെലക്ട് ചെയ്തു, ഇത് സെലക്ട് ചെയ്തില്ല, ഇത് സെലക്ട് ചെയ്ത് ഇതെല്ലാം ഒരുമിച്ച് സെലക്ട് ചെയ്യേണ്ടിക്കും. ഒന്ന് നമ്മൾ ഡ്രാഗ് ചെയ്ത് സെലക്ട് ചെയ്യുന്ന സാധനം ഉള്ളത്, അല്ലാതെ സെലക്ട് ചെയ്യുക. ഇത് സെലക്ട് ചെയ്തിട്ട് കൺട്രോൾ പ്രസ് ചെയ്യുക. കൺട്രോൾ പ്രസ് ചെയ്തിട്ട് നമുക്ക് മൾട്ടിപ്പിൾ ഒബ്ജക്റ്റ് സെലക്ട് ചെയ്യാൻ പറ്റും. ഡീസെലക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ കൺട്രോൾ ഷിഫ്റ്റ് പ്രസ് ചെയ്യുക. കൺട്രോൾ ഷിഫ്റ്റ് പ്രസ് ചെയ്യുക. എന്നിട്ട് നമുക്ക് വേണ്ടാത്ത ഒബ്ജക്റ്റിനെ നമുക്ക് കൺട്രോൾ ഓൾട്ട് സെലക്ട് ചെയ്തിട്ട് നമുക്ക് വേണ്ടാത്ത ഒബ്ജക്റ്റിനെ നമുക്ക് ഡീസെലക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ മൾട്ടിപ്പിൾ ഒബ്ജക്റ്റ് സെലക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ കൺട്രോൾ പ്രസ് ചെയ്യുക. എന്നിട്ട് നമുക്ക് മൾട്ടിപ്പിൾ ഒബ്ജക്റ്റ് സെലക്ട് ചെയ്യാൻ പറ്റും. ഇനി ഡീസെലക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഓൾട്ട് കൺട്രോൾ പ്രസ് ചെയ്യുക. എന്നിട്ട് നമുക്ക് ഇവിടെ വരുന്നില്ലല്ലോ, ഓക്കെ, കൺട്രോൾ പ്രസ് സെലക്ട് ചെയ്യുക, ഓൾട്ട് കൺട്രോൾ ഡീസെലക്ഷൻ. ഓക്കെ, അതാണ് അതിൻ്റെ ഷോർട്ട് കട്ട്. സോ ഇപ്പോൾ ഇത്രയായി. ഇനി നമുക്ക് എന്താ വേണ്ടുന്നത്, ഇതിൻ്റെ ഒരു പീസ് നമുക്കിവിടെ വെക്കണം. സോ ഞാൻ ഇത് തന്നെ ഇതിൻ്റെ ഒരു കോപ്പി തന്നെ എടുക്കുകയാണ്. ഇങ്ങനെ ഒരു കോപ്പി എടുത്തു. കോപ്പി എടുത്തതിന് ശേഷം ഇതിൻ്റെ ഹൈറ്റ് കുറച്ചു. കോപ്പിയല്ല, ഇൻസ്റ്റൻസ് ആണ് വന്നത്. സോ നമുക്കിത് എടുക്കുമ്പോൾ ഇത് കോപ്പി ആയിട്ട് എടുക്കണം, ഇൻസ്റ്റൻസ് ആയിട്ട് എടുക്കരുത്. സോ ഇത് കോപ്പി ആക്കിയിട്ട് എടുത്തു. ഇതിൻ്റെ ഹൈറ്റ് ഞാൻ ഒരു 50 വച്ചു. അതിനുശേഷം ഇതിൻ്റെ വിഡ്ത്ത് കുറച്ച് കുറക്കണം. ഇപ്പോൾ ഒരു 20 വെച്ചു. 20 വെച്ചിട്ട് ഞാനിതിൻ്റെ വിഡ്ത്ത് കൂട്ടി. ഓക്കെ, ഈ ഒരു പീസ് നമുക്ക് കോപ്പി എടുത്തിട്ട് ഇവിടെയും കൂടി വെക്കണം. ഷിഫ്റ്റ് പ്രസ് ചെയ്തിട്ട് മൂവ് ചെയ്താൽ മതി. ഓക്കെ, നമ്മൾ ഈ ഒരു പീസ് ഇവിടെ ക്രിയേറ്റ് ചെയ്തു. ഇനി നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്, ഇവിടുന്ന് ഇവിടത്തേക്ക് ഒരു കണക്ഷൻ വേണം. സോ ഇതിൻ്റെ ഒരു കോപ്പി എടുക്കുക. ഷിഫ്റ്റ് പ്രസ് ചെയ്തിട്ട് കോപ്പി മൂവ് ചെയ്യുക. എന്നിട്ട് കോപ്പി ആക്കുക, ഇൻസ്റ്റൻസ് ആക്കിയത് കോപ്പി എടുക്കുക. അതിനുശേഷം എ പ്രസ് ചെയ്യുക ഫോർ ആംഗിൾ സ്നാപ്പ്. എന്നിട്ട് ഇതിനെ സെൻറ്ററിലേക്ക് ആക്കണം. സോ ഇവിടെ വെച്ചിട്ട് ഇതിൻ്റെ സെൻറ്റർ പീരിയോഡിലേക്ക് മാറ്റുക. ഇ പ്രസ് ചെയ്യുക. എന്നിട്ട് ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് റൊട്ടേറ്റ് ചെയ്യാം. സോ അത് 90 ഡിഗ്രിയിലേക്ക് സ്നാപ്പ് ആവും. അതിനുശേഷം ആംഗിൾ സ്നാപ്പ് ഓഫ് ചെയ്യുക. എന്നിട്ട് ഇതിനെ മൂവ് ചെയ്തിട്ട് താഴെ വെക്കാം. ഓക്കെ, ഓക്കെ. ഇനി ഇതിൻ്റെ ഒരു കോപ്പി അതേപോലെ തന്നെ ഈ ഭാഗത്തേക്കൂടെ കോപ്പി ചെയ്ത് വെക്കുക. ഷിഫ്റ്റ് പ്രസ് ചെയ്തിട്ട് ഡ്രാഗ് ചെയ്യുക. എന്നിട്ട് ഇതിനെ ഇങ്ങോട്ടേക്ക് മൂവ് ചെയ്ത് വെക്കുക. സോ ഇതിന് രണ്ടിനും കൂടിയിട്ട് ഒരു കണക്ഷൻ കൊടുക്കണം. സോ ഇതിൻ്റെ ഒരു കോപ്പി എടുത്തിട്ട് സെൻറ്ററിൽ വെച്ചിട്ട് നേരത്തെ നമ്മൾ ചെയ്ത പോലെ തന്നെ ആംഗിൾ സ്നാപ്പ് ഓപ്പൺ ചെയ്യുക. ഇ പ്രസ് ചെയ്യുക ഫോർ റൊട്ടേഷൻ. എന്നിട്ട് 90 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്യുക. അതിനുശേഷം ഇതിനെ
ഹൈറ്റ് കൂട്ടുക. അപ്പോൾ ഇതിൻ്റെ സെൻറ്റർ സ്റ്റാർട്ടിങ് പോയിന്റ് ഇത് വെച്ചിട്ടാണ് അത് എടുക്കുന്നത്. ഇപ്പം നിങ്ങളിത് ഓഫായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൻ്റെ സ്റ്റാർട്ടിങ് പോയിന്റിലാണ് ഇതിൻ്റെ സെലക്ഷൻ ഉള്ളത്. സോ അത് എപ്പോഴും എടുക്കുക അതിൻ്റെ സ്റ്റാർട്ടിങ് പോയിന്റ് വെച്ചിട്ടായിരിക്കും. നിങ്ങൾ ഇതിൽ വന്നിട്ട് ഇതിൻ്റെ സ്റ്റാർട്ടിങ് പോയിന്റിൽ കൊടുത്തു കഴിഞ്ഞാൽ കാണാം ഇതായിരിക്കും സ്റ്റാർട്ടിങ് പോയിന്റ്. ഈ സ്റ്റാർട്ടിങ് പോയിന്റ് നമുക്ക് ഇവിടെ കൊണ്ടുവന്നിട്ട് വെക്കാം. അതിനുശേഷം നിങ്ങൾ സ്കെയിൽ ചെയ്യുന്ന സമയത്ത് ഇവിടുന്ന് ഇങ്ങോട്ടേക്കായിരിക്കും സ്കെയിൽ ആവുക. സോ നിങ്ങൾ ഹൈറ്റ് കൂട്ടുന്ന സമയത്ത് ഇങ്ങനെ സ്കെയിൽ ആവും. ഓക്കെ. സോ വെറും ബോക്സ് ഉപയോഗിച്ചിട്ട് നമ്മൾ നമ്മുടെ ടേബിൾ ഉണ്ടാക്കി. സോ ഇതിപ്പോൾ മോഡലിംഗ് മാത്രമാണ്. ഇനി നമ്മൾ മോഡലിംഗ് അല്ല, ഇത് ജസ്റ്റ് ബോക്സ് വെച്ചിട്ട് ഒരു മോഡലിംഗ്, അതാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. പിന്നെ ഇതിന് ഇപ്പം ഡിഫോൾട്ടായിട്ട് ഒരു കളർ ഉണ്ടാവും. ഒരു ഡിഫോൾട്ട് കളർ ഓട്ടോമാറ്റിക്കായിട്ട് അപ്ലൈ ആവും. നമുക്ക് പുതിയ മെറ്റീരിയലൊക്കെ കൊടുക്കണമെന്നുണ്ടെങ്കിൽ പുതിയ മെറ്റീരിയലൊക്കെ കൊടുക്കാൻ പറ്റും. മെറ്റീരിയൽ കൊടുക്കുന്നത് എങ്ങനെയാണെന്നൊക്കെ നമുക്ക് ബാക്കിയുള്ള ക്ലാസ്സുകളിലോട്ട് മനസ്സിലാക്കാം. സോ ഇങ്ങനെയാണ് നമ്മൾ വെറും ബോക്സ് ഉപയോഗിച്ചിട്ട് മോഡൽ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളും എല്ലാം നോക്കുക, എന്നിട്ട് ട്രൈ ചെയ്യുക. ഇതിലുള്ള പീസുകൾ ഓപ്ഷൻസൊക്കെ ഉപയോഗിച്ചിട്ട് ബോക്സ് സ്പിയറിൽ ഉണ്ടാക്കിയിട്ട് അതിൻ്റെ സെഗ്മെൻറ്റ്സ്, ലൈനുകൾ, ഹൈറ്റ്, സ്മൂത്ത്നെസ് ഒക്കെ കൂട്ടിയിട്ട് നോക്കുക. അതിനുശേഷം ബോക്സ് ഉപയോഗിച്ചിട്ട് ഇതേപോലൊരു ടേബിൾ ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അതിൻ്റെ ഒരു വർക്കിംഗ് സ്റ്റൈൽ എങ്ങനെയാണ് വരുന്നത്, മൂവ്മെൻറ്റുകൾ, കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യുക. എന്ത് സംശയം ഉണ്ടെങ്കിലും നിങ്ങൾക്ക് നമ്മുടെ ഗ്രൂപ്പിലോ അല്ലെങ്കിൽ നമ്മുടെ യൂട്യൂബിലെ കമൻറ്റുകളായിട്ടോ നിങ്ങൾക്ക് രേഖപ്പെടുത്താം. അതിനെല്ലാം ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും. എല്ലാ കമൻസിനും ഞാൻ റിപ്ലൈ തരും. അപ്പം നിങ്ങൾ നോക്കുക, വർക്ക് ചെയ്യാമെന്ന് നോക്കുക. നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലെങ്കിൽ മനസ്സിലാവില്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വർക്കിംഗ് സ്റ്റൈൽ മാറ്റാം. കാരണം ഞാൻ ക്ലാസ് എടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല എന്ന് എനിക്ക് തോന്നിയത് കൊണ്ടാണ് ഞാൻ ക്യാമറയൊക്കെ വെച്ചിട്ട് തോന്നില്ല. കാരണം പറയുന്നത് ഒരു ഇൻട്രാക്ഷൻ പോലെ തന്നെ മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് കാണിച്ചത്. സോ നിങ്ങൾക്ക് അത് കൂടുതലായിട്ട് എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ചോദിക്കാം. നമുക്ക് ഞാൻ കൂടുതലായിട്ട് മനസ്സിലാവുന്ന രീതിയിൽ എങ്ങനെയാണ് ചെയ്യേണ്ടത് നിങ്ങൾ അഭിപ്രായങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആ രീതിയിലേക്ക് നിങ്ങൾക്ക് തരാം. സോ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പുതിയൊരു വീഡിയോ അതിൻ്റെ ബാക്കിയായിട്ട് അടുത്ത വീഡിയോ വീണ്ടും